ഓം നമോ നാരായണായ. കബന്ധൻ തുടരുന്നു. മുൻഭാഗം ധർമ്മം, പിൻഭാഗം പൃഷ്ഠഭാഗം. മിഴിപൂട്ടലും മിഴി തുറക്കലും രാപ്പകലുകൾ. സപ്തസാഗരങ്ങൾ വയറ്. സപ്തമാരുതന്മാർ നിശ്വാസഗണങ്ങൾ. നദികൾ നാഡികൾ. പർവ്വതങ്ങൾ പോലെ അസ്ഥികൾ. വൃക്ഷാദ്യൗഷധങ്ങൾ അങ്ങയുടെ രോമങ്ങൾ. തൃക്കണ്ണനായ ശിവൻ ഹൃദയം. മഴയെ രേതസ അതായത് ബീജം. സ്ഥൂലമായ രൂപമാണ് വിരാട് പുരുഷൻ അതായത് ബ്രഹ്മത്തിൻ്റെ ദേഹം എന്നും ധ്യാനിക്കുന്നവന് മുക്തിയുണ്ടാകുന്നു. ആ സങ്കല്പമനുസരിച്ച് ജഗത്തിൻ്റെ പ്രതിഭാസങ്ങളെ അവയവങ്ങളായി കൽപ്പിക്കാവുന്നതാണ്. വില്ലും അമ്പും കരങ്ങളിലേന്തിയ ജടാവൽക്കലങ്ങളും വിഭൂഷിതവും കാനനത്തിൽ ശ്രീലക്ഷ്മണനോടൊപ്പം സീതാദേവിയെ തേടുന്നതും കാമസദൃശവുമായ ശ്രീരാമരൂപം അന്തരംഗത്തിൽ പ്രതിഷ്ഠിച്ച് നമസ്കരിക്കുന്നു. ധർമ്മം നിൻ പുരോഭാഗം, അധർമ്മം പൃഷ്ഠഭാഗം. ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുട്ടിദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും നിശ്വാസ ഗണമല്ലോ. നദികളെല്ലാം തവ നാഡികളാകുന്നതും പൃഥ്വിധാരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ദ്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രഥസെന്നറിയണം. പുഷ്ടമാം മഹീപതി കേവല ജ്ഞാനശക്തി. സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവൻ ഉണ്ടാം മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു. സന്തതം ഈ ദൃക്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരിപ്പോന്നി. ദിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം. ചാപേഷു കരം ജഡാവൽക്കല വിഭൂഷണം. കാനനെ വിജിന്വന്തം ജാനകീം സലക്ഷ്മണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭാവസമം. മനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ. ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ.